പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 13. ക്യാൻറ്റീനിലേക്ക് പോയി 3 പേരും ചേർന്ന് അവിടെ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. ചായയൊക്കെ കുടിച്ച് സംസാരമാണ്. ദേവുവിൻ്റെയും ഹിമയുടെയും അത്ര അല്ലെങ്കിലും മുക്കിയും മൂളിയും ശ്രീയും ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ബെല്ലടിച്ചപ്പോൾ തന്നെ ശ്രീ ചാടി എഴുന്നേറ്റു. വാ പോകാം, ബെല്ലടിച്ചു, ക്ലാസ്സിൽ ടീച്ചർ വരും. ശ്രീ വെപ്രാളത്തോടെ പറഞ്ഞു. എൻ്റെ പാർവതി. ശ്രീ അങ്ങനെ വിളിച്ചാൽ മതി. ഹിമ അവളെ പാർവതി എന്ന് വിളിച്ചതും ശ്രീ വേഗം തന്നെ അത് തിരുത്തി. എന്നാൽ പെട്ടെന്നുള്ള അവളുടെ ആ സംസാരത്തിൽ ഹിമ അവളെ അന്തിച്ചു നോക്കി. ഇത്ര നേരവും ഒന്നും മിണ്ടാതെ ഇരുന്നവളാണ്. അതെന്താ, പാർവതി അത്ര മോശം പേരാണോ? ഹിമ പുഞ്ചിരിയോടെ തിരികെ ചോദിച്ചു. അതുകൊണ്ടല്ല, ശ്രീ എന്ന് വിളിച്ചാൽ മതി, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഹിമ സമ്മതിച്ചു കൊടുത്തു. ദേവു ഇതെല്ലാം കണ്ട് മിണ്ടാതിരുന്നു. ഉള്ളിൽ അവൾക്ക് പെട്ടെന്നുള്ള ശ്രീയുടെ പെരുമാറ്റം കണ്ട് ചിരി വന്നു. എങ്കിലും അവൾ കണ്ണൻ അവളെ പാർവതി എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ദേവുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എങ്കിൽ ശ്രീ, ഇത് കോളേജാണ്, സ്കൂളല്ല. ബെല്ലടിക്കുമ്പോൾ തന്നെ ഓടിപ്പോയി ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിൽ കയറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളെ കളിയാക്കിക്കൊണ്ട് ഹിമ പറഞ്ഞു. എങ്കിലും നമുക്ക് പോവാം. ദേവുട്ടി വാ, നീയും വാ. ശ്രീ 2 പേരെയും വിളിച്ചു. ഒടുക്കം 3 പേരും ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൽ ടീച്ചറൊന്നും എത്തിയിട്ടില്ല. കുട്ടികളെല്ലാം ഇരുന്ന് സംസാരമാണ്. ക്ലാസ്സിലേക്ക് കയറിയിരുന്നു. അപ്പോൾ തന്നെ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. വേഗം തന്നെ എല്ലാവരും നിശബ്ദമായിരുന്നു. നിങ്ങൾക്ക് ഈ അവർ ക്ലാസ്സില്ല, സോ എല്ലാവരും സംസാരിക്കാതെ ഇരിക്കണം. ഗൗരവത്തിൽ എല്ലാവരോടുമായി പറഞ്ഞ് അവർ പോയി. അപ്പോൾ തന്നെ ക്ലാസ്സിൽ വീണ്ടും ബഹളം തുടങ്ങി. അപ്പോഴാണ് ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചിൽ അങ്ങേ അറ്റത്തായി ആരോടും സംസാരിക്കാതെ ഇരിക്കുന്ന ഒരാൺകുട്ടിയെ ദേവു ശ്രദ്ധിക്കുന്നത്. അവൾ അവനെ നോക്കി. കണ്ടാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നൊന്നും പറയില്ല. അത്യാവശ്യം താടിയും പൊക്കവും ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ടാൽ ഒരു 20 വയസ്സിൽ കൂടുതലുണ്ടെന്ന് തോന്നും. അവൻ്റെ മുഖം കാണാനാവുന്നില്ല ശരിക്ക്. ഹിമ, ആ കുട്ടിയെ നോക്ക്, അവനെന്താ ആരോടും മിണ്ടാതിരിക്കുന്നത്? അവനെ ചൂണ്ടി ദേവു ഹിമയോടായി പറഞ്ഞു. അവൾ പറഞ്ഞതും ശ്രീയുടെയും ഹിമയുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ശരിയാണ്, ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെയാണ്. പക്ഷേ അവൻ മാത്രം ആരോടും മിണ്ടാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരിപ്പാണ്. വാ, നമുക്ക് പോയി പരിചയപ്പെടാം. ഹിമ അപ്പം തന്നെ ചാടി എഴുന്നേറ്റു. കൂടെ ശ്രീയെ വലിച്ച് ദേവുവും. ഹായ്. അവന് മുന്നിലായുള്ള ബെഞ്ചിലേക്കിരുന്ന് അവൻ്റെ നേർക്ക് തിരിഞ്ഞ് ഹിമ പറഞ്ഞു. അങ്ങോട്ട് ദേവുവും ശ്രീയും കൂടെ ഇരുന്നു. 3 പേരെയും കൂടെ കണ്ടിട്ട് അവൻ 3 പേരെയും അത്ഭുതത്തോടെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ്റെ അന്തം വിട്ടതുപോലുള്ള ഇരിപ്പ് കണ്ട് ദേവു അവനോട് ചോദിച്ചു. അല്ല, നിങ്ങൾ പെട്ടെന്നിങ്ങനെ വന്നിരിക്കുന്നത് കണ്ട് നോക്കിയതാണ്, അവൻ ചളിപ്പോടെ പറഞ്ഞു. താനെന്താ ആരോടും സംസാരിക്കാതെ ഇരിക്കുന്നത്? ദേവു ചോദിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമല്ലേ, അതുകൊണ്ട് ഞാനങ്ങനെ ഇരുന്നു. പുഞ്ചിരിയോടെ അവൻ മറുപടി പറഞ്ഞു. അല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ അവനോട് 3 പേരും നല്ല കൂട്ടായി. പേരെന്താ നിൻ്റെ? അഥർവ്വരാജ്. നിങ്ങളുടെയോ? ഞാൻ മഹിമ. ഹിമ എന്ന് വിളിച്ചോ? ആദ്യം തന്നെ ഹിമ ചാടിക്കയറി പറഞ്ഞു. അവൻ ചിരിച്ചു. അവൻ്റെ നോട്ടം ദേവുവിൻ്റെ നേർക്കായി. ഞാൻ ദേവിത. ശ്രീ പാർവതി. 3 പേരും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. നിൻ്റെ വീട് എവിടെയാ? ഹിമ ചോദിച്ചു. എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, ഈരാറ്റുപേട്ട. ഞാനിവിടെ ബോയ്സ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഈ കോളേജിൽ ചേരാൻ ആഗ്രഹിച്ചു വന്നതാണോ? തെല്ലൊരു പുഞ്ചിരിയോടെ ദേവു ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് എവിടെ കിട്ടിയാലും ചേരുമെന്ന തീരുമാനത്തിലായിരുന്നു. ഇവിടെ കിട്ടി, അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് ചേർന്നു. അവൻ നന്നായി തന്നെ സംസാരിച്ചു. അവിടെ ഇരുന്നപ്പോൾ വിചാരിച്ചതുപോലെയല്ല, ആള് നല്ല കമ്പനിയാണ്. കൂടെ ഒരേപോലെ കൂട്ടുകൂടാൻ പറ്റിയ ആളെ കിട്ടാഞ്ഞതുകൊണ്ട് പതുങ്ങിയിരുന്നതാണ്. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഏട്ടനുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മ ടീച്ചറാണ്, അവിടെ അടുത്ത് തന്നെയുള്ള LP സ്കൂളിൽ. അച്ഛൻ SBIയിൽ മാനേജറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ഏട്ടൻ മിലിറ്ററിയിലാണ്. അത് പറഞ്ഞു കേട്ടതും 3 പേരും അവനെ അത്ഭുതത്തോടെ നോക്കി. നീ ഇത്ര റിച്ച് ആയിരുന്നോ? നോ, മൈ ഫാമിലി ഈസ് റിച്ച്. ഹിമ ചോദിച്ചതും അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. 3 പേരും പെട്ടെന്ന് തന്നെ കൂട്ടായി. ശ്രീ പിന്നെ അധികം സംസാരിച്ചില്ല എങ്കിലും കൂട്ടത്തിൽ 1ഉം 2ഉം ഒക്കെ പറഞ്ഞിരുന്നു. ശ്രീ അങ്ങനെ പതുങ്ങിയ സ്വഭാവക്കാരിയാണെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ അവനും മനസ്സിലായി. 1 മണിക്കൂറുള്ള സംസാരം കൊണ്ട് തന്നെ അവനുമായി എല്ലാവരും കൂട്ടായി. ആരോടും അധികം സംസാരിക്കാത്ത ഒരു തരം പ്രകൃതമാണ് അവന്. പക്ഷേ ആരോടെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ അവൻ അങ്ങനെ സംസാരിച്ചിരുന്നുള്ളൂ.
പിന്നീടുള്ള പീരീഡ് അങ്ങനെയൊക്കെ തന്നെ ക്ലാസ്സില്ലാതെയാണ് കടന്നുപോയത്. അഡ്മിഷൻ്റെ തിരക്കും മറ്റും ആയതുകൊണ്ട് ടീച്ചേഴ്സിനെല്ലാവർക്കും വന്ന് ക്ലാസ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വൈകിട്ട് വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരോടും നന്നായിട്ടൊക്കെ തന്നെ ശ്രീ സംസാരിക്കുന്നുണ്ട് എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു കനലിരിക്കുന്നുണ്ട് എന്നത് കണ്ണന് മനസ്സിലായിരുന്നു. രാത്രി പതിവ് പോലെ ബാൽക്കണിയിലെ കൗച്ചിലിരുന്നു കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ശ്രീ. കണ്ണൻ ഇതുവരെയായിട്ടും താഴെ നിന്ന് മുകളിലേക്ക് വന്നിട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതു മുതൽ ഫോണിൽ ആരോടോ കാര്യമായ സംസാരത്തിലാണ്. സംസാരം മുഴുവൻ ഇംഗ്ലീഷിലാണ്. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു മുംബൈയിലെ ഓഫീസിൽ നിന്നും ആരെങ്കിലും ആകും വിളിക്കുന്നതെന്ന്. ചില ദിവസങ്ങളിൽ ഇത് പതിവാണ്. സംസാരം ഒരുപാട് സമയമൊക്കെ നീണ്ടു പോകും. എങ്കിലും രാത്രി ബാൽക്കണിയിൽ വന്നിരുന്ന് കുറച്ചു നേരം വിശേഷമൊക്കെ പങ്കുവച്ചതിന് ശേഷം മാത്രമേ ഇരുവരും കിടന്നുറങ്ങാറുള്ളൂ. പാർവതി. ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്ന അവളെ അവൻ്റെ ശബ്ദമാണ് ബോധത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. എന്താണ് ആകാശത്തേക്ക് നോക്കി ദിവാസ്വപ്നം കാണുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ കൗച്ചിൽ അവളുടെ അടുത്തേക്കായി വന്നിരുന്നു. അവൻ്റെ ചോദ്യത്തിന് അവൾ ഒന്ന് പുഞ്ചിരിച്ച ശേഷം വീണ്ടും നോട്ടം ആകാശത്തേക്ക് തന്നെ തിരിച്ചു. പാർവതി. അവൻ അവളെ അല്പം പരുക്കമായിട്ടാണ് വിളിച്ചത്. ആ വിളിയിൽ അവനെ നോക്കിയ അവളുടെ കണ്ണുകളിലെ ചെറിയ നീർത്തിളക്കം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? അവൻ കൗച്ചിൻ്റെ മുകളിലായി വെച്ചിരുന്ന അവളുടെ കൈക്ക് മുകളിലേക്ക് അവൻ്റെ കൈ എടുത്ത് ചേർത്ത് വെച്ചു. എനിക്ക് പറ്റുന്നില്ല. മനസ്സുകൊണ്ട് അംഗീകരിക്കാനാകാത്തതുപോലെ. ആരെ? എന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണോ? അവൻ്റെ ആ ചോദ്യത്തിന് അവൾ അവനെ പകപ്പോടെ നോക്കി. അല്ല, ഒരിക്കലുമല്ല. കോളേജായിട്ട് മിങ്കിളാവാനാവുന്നില്ല എനിക്ക്. അവിടെ പോകുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു എനിക്ക്. അത് പറയുമ്പോഴേക്കും ശ്രീ ഒന്ന് വിതുമ്പിപ്പോയി. ഹേയ്, അതിന് താനിങ്ങനെ വറീഡാവുന്നത് എന്തിനാ? പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോകണ്ട. നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കരയാൻ നിൽക്കരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കതിന് പരിഹാരം കണ്ടെത്താനാകുന്നതേ ഉള്ളൂ. കണ്ണൻ അവളുടെ കയ്യിലായി പതുക്കെ ഒന്ന് തട്ടി അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആകുന്നത്. വന്ന് കിടക്കാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ കണ്ണൻ എഴുന്നേറ്റു. പിറകെ തന്നെ ശ്രീയും. കട്ടിലിലേക്ക് കിടക്കുമ്പോൾ ശ്രീയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. കാരണം താൻ അങ്ങനെ പറഞ്ഞത് കണ്ണന് ദേഷ്യമായി തീർന്നോ എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ. പാർവതി, ഐ ടോൾഡ് യു, ഡോണ്ട് ഓവർ തിങ്ക്. കിടന്നുറങ്ങാൻ നോക്ക്. അവൻ വീണ്ടും പറഞ്ഞതും അവൻ്റെ ശബ്ദത്തിൽ തന്നെ ദേഷ്യമുള്ളതായി തോന്നി അവൾക്ക്. വിതുമ്പലോടെ അവൾ അവൻ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അത്രയും നിശബ്ദത തിങ്ങി നിന്ന ആ മുറിയിൽ അവളുടെ ഇടയ്ക്കിടയ്ക്കുള്ള തേങ്ങലുകൾ ഉയരുന്നുണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിക്കണം എന്ന് കണ്ണനുണ്ടെങ്കിലും അവൻ അതിന് കഴിയാത്തതുപോലെ തോന്നി. മുറിയിൽ കിടക്കുന്നവളുടെ മനസ്സിനേലും കലുഷിതമായ മനസ്സുമായിട്ടായിരുന്നു കണ്ണൻ കിടന്നിരുന്നത്. അതൊരിക്കലും അവൾ കോളേജിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ദേഷ്യമായിരുന്നില്ല. മറിച്ച് അവളുടെ മനസ്സിനെ അത്രത്തോളം കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഭയവും ഉത്കണ്ഠയും ഓർത്തായിരുന്നു. വേറെ ആർക്കും മനസ്സിലായില്ല എങ്കിലും ശ്രീയുടെ ഉള്ളിലെ ചിന്തകളും വിചാരങ്ങളും കണ്ണന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മാത്രമല്ല വേറെന്ത് കാര്യത്തിനാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എല്ലാ കാര്യത്തിനും ശ്രീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ കണ്ണന് കുറച്ച് ദേഷ്യം വരാതിരുന്നില്ല. എങ്കിലും അവളുടെ മനസ്സിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ അത് അവൻ ക്ഷമിച്ചു കളയുന്നതാണ്. ഓരോന്നൊക്കെ ഓർത്ത് രണ്ടുപേരും ഒരേ മുറിയിലെ ഒരേ കട്ടിലിൽ പരസ്പരം നോക്കാതെ എതിർവശത്തേക്ക് ചരിഞ്ഞു കിടന്നു. രാവിലെ ശ്രീ എഴുന്നേറ്റപ്പോഴേക്കും കണ്ണൻ എഴുന്നേറ്റ് പോയിരുന്നു. കുളിച്ചൊക്കെ കഴിഞ്ഞ് താഴേക്കിറങ്ങി. താഴേക്ക് ചെല്ലുമ്പോഴേക്കും ദേവൂട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി വന്നിട്ടുണ്ട്. ഏട്ടത്തി ഇന്ന് വരുന്നില്ലേ? ഇതുവരെ ഡ്രസ്സൊന്നും മാറാതെ നിൽക്കുന്ന ശ്രീയോട് ദേവു ചോദിച്ചു. ശ്രീക്കുട്ടി ഇന്നും വരുന്നില്ല. കണ്ണൻ പറഞ്ഞു ഇന്ന് മോളെ വിടുന്നില്ലെന്ന്. അമ്മ അപ്പോഴേക്കും അവളുടെ അടുത്തേക്കെത്തി. എന്നാൽ അപ്പോൾ മാത്രമാണ് ഇന്ന് താൻ കോളേജിൽ പോകണ്ട എന്ന് കണ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ശ്രീ അറിയുന്നത്. അവൾ ഒരക്ഷരം പോലും പറയാതെ നിന്നു. കണ്ണൻ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയാണ് എന്നമ്മ പറഞ്ഞു. രാവിലെ ഉണർന്നത് മുതൽ അവനെ കണ്ടിട്ടില്ല. ഇന്നാണ് കണ്ണൻ പോകുന്നത്. എപ്പോഴാണ് പോകുന്നതെന്നോ എങ്ങനെയാണ് പോകുന്നതെന്നോ ഇത്ര നേരമായിട്ടും കണ്ണൻ ശ്രീയോട് പറഞ്ഞിട്ടില്ല. അവൾക്ക് മനസ്സിന് മുഴുവനായി വല്ലാതെ ഒരു ഭാരം തോന്നി. അധികം സമയം അവിടെ നിൽക്കാതെ അവൾ വീണ്ടും മുകളിലേക്ക് നടന്നു. എന്താ അമ്മേ ഏട്ടത്തി വരാത്തത്? ശ്രീ മുകളിലേക്ക് പോകുന്നത് കണ്ടതും ദേവു വിഷമത്തോടെ രേവതിയോട് ചോദിച്ചു. എനിക്കറിയില്ല ദേവൂട്ടി. കണ്ണൻ രാവിലെ ഉണർന്നു വന്നപ്പോൾ പറഞ്ഞതാണ് ശ്രീക്കുട്ടി ഇന്ന് കോളേജിൽ വരുന്നില്ല എന്ന്.
എന്താണ് കാര്യമെന്ന് ചോദിക്കും മുന്നേ അവൻ പുറത്തേക്ക് പോയി. ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. അത് പറഞ്ഞു നിർത്തിയതും പുറത്ത് കണ്ണൻ്റെ വണ്ടി വന്ന് നിന്നു. അകത്തേക്ക് വരുന്നവൻ്റെ കയ്യിൽ നിറയെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇന്ന് മുംബൈയിൽ പോകാൻ വേണ്ടിയുള്ള പർച്ചേസിംഗ് ആണതൊക്കെ എന്ന് മനസ്സിലായി. എത്രയൊക്കെ ആയാലും കണ്ണൻ നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണവർക്ക്. ഇന്ന് തന്നെ പോകുമോ ഏട്ടാ? കണ്ണൻ അടുത്തേക്ക് വന്നു നിന്ന് ദേവു ചോദിച്ചു. അവൻ സാധനങ്ങളെല്ലാം മേശയുടെ മേൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ചു. പോണം കുഞ്ഞേ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കണ്ണൻ അരുമയായി അവളെ പറഞ്ഞു മനസ്സിലാക്കി. അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെയും മുഖത്തൊരു തെളിച്ചമില്ല. ഇന്ന് പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെയാണെന്ന് കണ്ണന് മനസ്സിലായി. ദേവൂട്ടിയെ വിട്ട് കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇനി ഈ മുഖം എന്താണെന്നാവോ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിലും കണ്ണൻ പോകുന്നതിലുള്ള വിഷമമുണ്ടെന്ന് അവരുടെ മുഖത്തു നിന്നും തന്നെ കണ്ണൻ വായിച്ചെടുത്തു. ഞാൻ പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരും. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഒന്ന് ചിരിക്ക്. അവൻ അമ്മയുടെ കവിളിലായി ഒന്ന് തട്ടി. അവർ ഒന്ന് പുഞ്ചിരിച്ചു. പാർവതി എവിടെ? ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വന്നപ്പോൾ മുതൽ അവൻ്റെ കണ്ണുകൾ അവളെ തിരക്കി നാലുപാടും അലഞ്ഞതാണ്. അപ്പോഴേക്കുമാണ് അമ്മയും ദേവൂട്ടിയും സംസാരിച്ചത്. മോള് കുളിച്ചൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നതാണ്. ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. കണ്ണനൊന്നും മൂളി. ഏട്ടൻ എന്താ ഇന്ന് ഏട്ടത്തിയെ കോളേജിൽ വിടുന്നില്ല എന്ന് പറഞ്ഞത്? പറയാം, എല്ലാവരോടും പറയാം. ഞാൻ അവളെ ആദ്യം പോയി ഒന്ന് താഴേക്ക് കൊണ്ടുവരട്ടെ. അത് പറഞ്ഞ് അവൻ മുകളിലേക്ക് നടന്നു. ഒറ്റയ്ക്കിരുന്ന് അവൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുകയായിരിക്കും എന്നവനറിയാം. മുറിക്കകത്തേക്ക് കയറിയപ്പോൾ തന്നെ ബാൽക്കണിയുടെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ ബാൽക്കണിയിലിരിക്കുകയായിരിക്കും എന്ന്. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അങ്ങോട്ട് നടന്നു. അവിടെ സോഫയിലേക്ക് തലചാരി വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് അവൾ. അവൻ അവളെ ഒന്ന് സൂക്ഷ്മമായി നോക്കി. ഇല്ല, കരയുകയല്ല. പാർവതി, അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഒന്ന് താഴേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ അത് പറഞ്ഞ് താഴേക്ക് നടന്നിരുന്നു. അവന് പിന്നിലായി ശ്രീയും. താഴെ അമ്മയും ദേവൂട്ടിയും ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടതും എന്തുകൊണ്ടോ സ്ത്രീക്ക് അവരെ നോക്കാൻ കഴിയാത്തതുപോലെ അവൾ തല കുമ്പിട്ട് കളഞ്ഞു. എന്നാൽ അതേ നിമിഷം തന്നെ കണ്ണൻ തിരിഞ്ഞ് അവളെ നോക്കി. അവൻ നോക്കിയ സമയത്ത് തന്നെ അവളും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയിരുന്നു. അവൻ്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ അവൾ തല ഉയർത്തിപ്പിടിച്ചു. അമ്മ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഹാളിലേക്ക് വന്നതും അവൻ അതാണ് ആദ്യം പറഞ്ഞത്. എല്ലാവരും എന്താണ് അവൻ പറയുന്നത് എന്നറിയാൻ അവനെ തന്നെ നോക്കി നിന്നു. കൂടെ ശ്രീയും. പാർവതിക്ക് കോളേജിൽ പോകുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അവൾക്ക് വല്ലാതെ വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നുന്നുവെന്ന്. സോ ഞാൻ കരുതി മുംബൈയിലേക്ക് ഞാൻ പോകുമ്പോൾ കൂടെ പാർവതിയെയും കൊണ്ടുപോകാമെന്ന്. അവൻ പറയുന്നത് കേട്ടതും ശ്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. എന്നാൽ ദേവുവും അമ്മയും അവനെ അത്ഭുതത്തോടെ നോക്കി. പാർവതിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ അതുതന്നെയായിരിക്കും നല്ലത് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കണ്ണൻ വിശദീകരിച്ചു. കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു ശ്രീയെങ്കിൽ അമ്മയുടെയും ദേവുവിൻ്റെയും മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. കണ്ണൻ തിരിഞ്ഞ് ശ്രീയെ ഒന്ന് നോക്കി. പാർവതിക്ക് എന്താണ് അഭിപ്രായം? അവൻ്റെ ശബ്ദത്തിൽ തികച്ചും ഗൗരവമാണ് എന്ന് തോന്നി ശ്രീക്ക്. അവൾ ഒന്നും മിണ്ടിയില്ല. കണ്ണൻ്റെ അമ്മ വന്ന് അവളുടെ അടുത്തേക്ക് നിന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, കണ്ണൻ്റെ കൂടെ പോകുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ കൂട്ടിന് കണ്ണൻ ഉണ്ടാകുമല്ലോ. അമ്മ പറഞ്ഞിട്ടും ശ്രീയിൽ നിന്ന് പ്രതികരണമൊന്നുമില്ല. അവളുടെ നോട്ടം കണ്ണനിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ശ്രീ ആരോടും ഒന്നും പറയാതെ തിരികെ മുറിയിലേക്ക് നടന്നു. ഏട്ടത്തിക്ക് മുംബൈയിലേക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോയത് ഏട്ടാ? ദേവു അവനോട് ചോദിച്ചു. പക്ഷേ കണ്ണൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. നിനക്കെങ്കിൽ മോളോട് ഇന്നലെ തന്നെ പറയാമായിരുന്നില്ലേ മുംബൈയിലേക്ക് പോകാമെന്ന്? ചിലപ്പോൾ മോക്ക് നീ പോകുന്നു എന്നറിഞ്ഞത് കൊണ്ടുള്ള വിഷമം കൊണ്ടാകാം അങ്ങനെയൊക്കെ തോന്നിയത്. അതെനിക്ക് മനസ്സിലായി അമ്മേ. അതാണ് പോകുമ്പോൾ അയാളെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയത്. 1-2 ദിവസം കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ഐ തിങ്ക് ഷീ നീഡ് മോർ ടൈം. എല്ലാം ഒന്ന് ഓക്കെ ആയി വരാൻ അയാൾക്ക് ഇനിയും ഒരുപാട് സമയം വേണ്ടി വരുമെന്ന് തോന്നുന്നു. കണ്ണൻ പറഞ്ഞതും അമ്മയും ദേവൂട്ടിയും അത് ശരിയാണെന്ന് സമ്മതിച്ചു. കോളേജിൽ വന്നിട്ടുള്ള ശ്രീയുടെ പെരുമാറ്റവും ദേവുവും അവനോട് പറഞ്ഞിരുന്നു. എല്ലാം ഒത്തുചേർന്ന് നോക്കിയപ്പോൾ ശ്രീ കണ്ണൻ്റെ കൂടെ ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അവന് തന്നെ തോന്നി. അപ്പോൾ കോളേജിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ രാജശേഖരൻ സാറിനെ പോയി കണ്ടിരുന്നു.
2 മാസത്തേക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ പാർവതി ഓക്കെ ആകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ കോളേജിൽ ഒറ്റയ്ക്ക് പോകണം അല്ലേ ഏട്ടാ? ദേവു കണ്ണനോട് വിഷമത്തോട് ചോദിച്ചു. 1 മാസം, അതിനുള്ളിൽ ഓക്കെ ആവും. കണ്ണൻ പറഞ്ഞതും അമ്മയും ദേവുവും അത് ശരിവെച്ചു. ഞാൻ അപ്പോഴോ നിന്നോട് പറഞ്ഞതല്ലേ കണ്ണ, മോളെ ഈ 1 വർഷം കോളേജിൽ വിടണ്ട, എല്ലാം ഒന്ന് ശരിയായിട്ട് പഠിക്കാൻ വിട്ടാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവളുടെ ഈ 1 വർഷവും കൂടെ വെറുതെ വേസ്റ്റാക്കി കളയുകയാണ്. അതിലും നല്ലത് അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ അത് പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ചെന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതൊക്കെ ഓക്കെ ആക്കി എടുക്കാം. അമ്മയോട് സംസാരിച്ചതിന് ശേഷം കണ്ണൻ മുകളിലേക്ക് നടന്നു. അവൻ്റെ ഉള്ളിൽ നിറയെ അവളായിരുന്നു. ഇനി തൻ്റെ കൂടെ മുംബൈയിലേക്ക് വരാൻ അവൾക്ക് താല്പര്യമില്ലേ എന്നുള്ള ചിന്തയായിരുന്നു കണ്ണനിൽ നിറയെ. മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആൾ സ്ഥിരം ഇരിക്കുന്നത് പോലെ ബാൽക്കണിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത പാർട്ടായിട്ട് വേഗം വരാം. ബൈ ബൈ.